USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. എല്ലാവർക്കും പുതിയ USS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉറുദുവിലെ വളരെ പ്രശസ്തരായ ചില കവികളെക്കുറിച്ച്, അതോടൊപ്പം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വന്നിട്ടുള്ള ഉറുദു പദ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ USS പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം, ഉറുദുവിലെ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് നാം പരാമർശിക്കുമ്പോൾ ദേശീയ ഉറുദു ദിനമുണ്ട്, അതുപോലെ ലോക ഉറുദു ദിനമുണ്ട്. ദേശീയ ഉറുദു ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 15 അന്ന് ഉറുദുവിലെ പ്രശസ്തനായ കവി ഗാലിബിൻ്റെ വഫാത്ത് ദിവസമാണ്. ഗാലിബിൻ്റെ ശരിയായ പേര് മിർസ അസദുല്ല ഖാൻ ഗാലിബ് എന്നായിരുന്നു. ഗാലിബ് ജനിച്ചത് 1769 1769 ആഗ്രയിലാണ് ഗാലിബ് ജനിച്ചത്. ആഗ്രയിലാണ് മിർസ അസദുല്ല ഖാൻ ഗാലിബ് ജനിച്ചത്. ഉറുദുവിൽ ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചു. വളരെ പ്രശസ്തനായ കവിയായിരുന്നു ഗാലിബ്. മുഗളിയ കാലഘട്ടത്തിലെ കൊട്ടാര കവി കൂടിയായിരുന്നു ഗാലിബ്. മുഗളിയ ദൗറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അധികം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് മുഗളിയ സൽത്തനത്ത് കെ ആഖിരി ബാദ്ഷാ, അവസാനത്തെ ചക്രവർത്തി ബഹദൂർ ഷാ ജഫർ ആയിരുന്നു. ബഹദൂർ ഷാ ജഫർ ഉറുദുവിലെ കവിയായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ബഹദൂർ ഷാ ജഫറിനെ ബ്രിട്ടീഷുകാർ രംഗൂണിലേക്ക് നാടുകടത്തുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 1857 എല്ലാ കാര്യങ്ങളും കൺമുമ്പിൽ കണ്ട ഗാലിബ് ആ കാലഘട്ടത്തിലെ ഡൽഹിയുടെ അധപ്പതനം തൻ്റെ കവിതയിൽ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ പറഞ്ഞത് 1769 അദ്ദേഹത്തിൻ്റെ വഫാത്ത് 1896 ആയിരുന്നു. ഡൽഹിയിലായിരുന്നു. അദ്ദേഹം കവിതകൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊന്ന് ഖുത്തൂത്ത് നിഗാരി, ഖത്ത്. നമ്മൾ കത്തുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഖത്ത് तो ഖുത്തൂത്ത് നിഗാരിമേ ബഹുത്ത് മാഹിർത്ത. അദ്ദേഹം ഖത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഖത്തുകളുടെ സമാഹാരം തന്നെയുണ്ട്. ഊദേ ഹിന്ദി, ഉറുദുവെ മുഅല്ല തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഖത്തുകളുടെ സമാഹാരമാണ്. ഗാലിബിന് ശേഷം നമ്മുടെ മനസ്സിൽ നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പേര് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ പേരാണ്. अल्लामा मोहम्मद इकबाल उर्दू का एक बहुत बड़ा शायर है, मशहूर शायर है. शायर मशरिक़ എന്ന പേരിലാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അറിയപ്പെടുന്നത്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ की पैदाइश कहाँ है? अल्लामा मोहम्मद इकबाल की पैदाइश സിയാൽകോട്ട് में है. സിയാൽകോട്ട്, ഇഖ്ബാലിൻ്റെ ജനന സ്ഥലം സിയാൽകോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1877 സിയാൽകോട്ടിലാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ജനിച്ചത്. ഇഖ്ബാൽ കാ ബച്പൻ കാ ഉസ്താദ് മീർ ഹസൻ ഹെ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇഖ്ബാലിൻ്റെ ഉസ്താദായിരുന്നത്, ഗുരുവായിരുന്നത് മീർ ഹസനാണ്. എന്നാൽ ഷായരിയിൽ കവിതയിൽ അദ്ദേഹം ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ദാഗ് ദഹ്ലവിയാണ്. ദാഗ് ദഹ്ലവിയെയാണ് ഇഖ്ബാൽ തൻ്റെ കവിതയിലെ ഗുരുനാഥനായി കണക്കാക്കപ്പെടുന്നത്.
അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ കുറിച്ച് പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 കൃതികൾ നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഉസ്കി മജ്മു ക്യാ ഹെ ബാങ്കെ ദറ, ബാങ്കെ ദറ, ബാലെ ജിബ്രീൽ, സർബെ കലീം, അർമാനെ ഹിജാസ്. ഈ 4 പുസ്തകങ്ങളാണ് ഇഖ്ബാലിൻ്റെതായിട്ടുള്ളത്. 3 പൂർണ്ണമായും ഉറുദുവും, 4ാമത്തെ അർമാനെ ഹിജാസ് ഉറുദുവും അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയും കൂടിച്ചേർന്നതായിരുന്നു. പേർഷ്യയിലെ കവിതകൾ കൂടി 4ാമത്തെ കവിതാ സമാഹാരത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. 4 ബാങ്കേദറ, ബാലെ ജിബ്രീൽ, സർബെ കലീം, അർമാനെ ഹിജാസ്. 1877 ഇഖ്ബാലിൻ്റെ പൈതാശ്. ഈ 4 കവിതാ സമാഹാരങ്ങളുടെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോരോ ഭാരതീയനും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഗീതമാണ് തറാനെ ഹിന്ദി. തറാനെ ഹിന്ദി വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. തറാനെ ഹിന്ദി എന്നാൽ സാരെ ജഹാൻ സെ അച്ഛ. ഒരുപാട് പരീക്ഷകൾക്ക് നിരവധി തവണ ചോദിച്ചതാണ്. സാരെ ജഹാൻ സെ അച്ഛ കിസ്നെ ലിഖ, സാരെ ജഹാൻ സെ അച്ഛ എന്ന കവിത എന്ന പദ്യം ആരെഴുതിയതാണ്? രണ്ടാമതൊരു തരത്തിൽ ചോദിക്കുകയാണ്, തറാനെ ഹിന്ദി കിസ്നെ ലിഖ, തറാനെ ഹിന്ദി കിസ്നെ ലിഖ. തറാനെ ഹിന്ദി എന്ന് പറയുന്നതും സാരെ ജഹാൻ സെ അച്ഛ എന്നതും ഒന്ന് തന്നെയാണ്. ഇതെഴുതിയത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനാണ്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 5-6 വർഷങ്ങളിലെ ചോദ്യപേപ്പർ എടുത്ത് പരിശോധിച്ചാൽ ഈ ഭാഗം സ്പർശിക്കാത്ത ഒരു ചോദ്യപേപ്പറുമില്ല. എല്ലാ വർഷത്തിലും ഒരു ചോദ്യം അല്ലാമ മുഹമ്മദ് ഇഖ്ബാലുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാരെ ജഹാൻ സെ അച്ഛയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും എല്ലാ USS പരീക്ഷയ്ക്കും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലെ USSനും എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമേഖല എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. അതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗവും നമ്മൾ അറിഞ്ഞിരിക്കണം. സാരെ ജഹാൻ സെ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര മുതൽ അതിൻ്റെ അവസാനം ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുവരെയുള്ള എല്ലാ വരികളും നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം അതിൽ ഒരു ചോദ്യം വരുന്നത് പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ ക, ഈ വരിയുടെ അടുത്ത വരി ഏതാണ്? ഈ രീതിയിൽ ചോദിക്കാം. ഗോദി ഹെ ഇസ്കി നദിയാം എന്നുള്ള രീതിയിൽ ആ വരി തന്നിട്ട് അതിന് തൊട്ടടുത്തുള്ള വരി ഏതാണ്? ഈ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പർബത് വോ സബ്സെ ഊഞ്ച യഹാം പർബത് സെ ക്യാ മുറാദ് ഹെ, ഇവിടെ പർബത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിമാലയ പർവ്വതത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ തരത്തിൽ ഓരോന്ന് വേറിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കി വഫാത്ത് കഹാ ഹുയി, അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ വഫാത്ത് ലാഹോറിലാണ്. അദ്ദേഹത്തിൻ്റെ മസാർ ഉള്ളത്, മസാർ അന്ത്യവിശ്രമ സ്ഥലമുള്ളത് ലാഹോറിലാണ്. 1938 അദ്ദേഹം വഫാത്തായത്. ഉസ്കി വഫാത്ത് 1938 ലാഹോറിലാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വഫാത്തായത്. മസാർ ഉള്ളത് ലാഹോറിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, हर साल नवंबर 9 हम आलमी यौम उर्दू मनाते हैं. എല്ലാ വർഷവും നവംബർ 9-ാം തീയതി ലോക ഉറുദു ദിനമായി ആചരിക്കുന്നു. ये അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ की याद में मनाया जाता है. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകത്താകമാനം ഉറുദു ദിനം ആചരിക്കുന്നത്. ഇഖ്ബാലിൻ്റെ കവിതകളിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ബച്ചെ കി ദുആ ഹെ. ബച്ചെ കി ദുആ എന്നാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലപ്പെ ആതി ഹെ ദുആ ബൻകെ തമന്ന മേരി. പല സ്കൂളുകളിലും അസംബ്ലികളിൽ അതുപോലെ ഉറുദു പ്രാർത്ഥനാ ഗീതമായി ആലപിക്കാറുള്ള ലപ്പെ ആത്തി ഹെ ദുആ ബൻകെ തമന്ന മേരി എന്ന മനോഹരമായ പ്രാർത്ഥനാ ഗീതം എഴുതിയിട്ടുള്ളത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. ഉറുദുവിലെ ഒരുപാട് കവികൾ വളരെ പ്രശസ്തരായിട്ടുണ്ട്. ഇനി കേരളത്തിലെ ഉറുദു കവികളുടെ കൂട്ടത്തിൽ
നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു നാമമാണ് SM സർവർ. SM സർവർ എന്നതിൻ്റെ പൂരനാം സയ്യിദ് മുഹമ്മദ് സർവർ എന്നതാണ്. സയ്യിദ് മുഹമ്മദ് സർവർ 1916 തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് ജനിച്ചത്. पैदाइश 1916 ईस्वी में തൃശ്ശൂർ ജില്ല के കാട്ടൂർ में, തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ്. അദ്ദേഹം കേരളത്തെക്കുറിച്ച് മനോഹരമായി ഉറുദുവിൽ കവിത എഴുതി. നമ്മൾ നേരത്തെ പ്രസ്താവിച്ച അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഭൂമിക്ക് മുകളിലുള്ള സ്വർഗമായിട്ട് കാശ്മീരിനെ പറഞ്ഞപ്പോൾ സർവർ പറഞ്ഞത് ഭൂമിക്ക് മുകളിലുള്ള സ്വർഗം അത് കശ്മീരല്ല, അത് കേരളം ആണ് എന്നതാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് ചില ചെറിയ കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 പ്രസിദ്ധീകരണങ്ങളാണ്, പുസ്തകങ്ങളാണ്, കവിതാ സമാഹാരങ്ങളാണ് നവായ സർവർ ഓർ അർമുഗാനെ കേരള. നവായ സർവർ, അർമുഗാനെ കേരള. കേരളത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായ ഒരു കവിതയിലെ ആദ്യ 2 വരികൾ ഇങ്ങനെയാണ്: ഹിന്ദ് കി അങ്കുഷ് തരീകാ ഹേ നഗീന കേരള, ഹേ കൈ അഷ്യായ നാദിർ കാ ഖസീന കേരള. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ഒരു വരി നൽകി അടുത്ത വരി എന്താണ് എന്ന് എഴുതാനുള്ള ചോദ്യം മുൻ വർഷങ്ങളിലെ USS അതുപോലെ ടാലൻറ്റ് പരീക്ഷയ്ക്ക് വന്നതാണ്. ഹിന്ദിക്ക് അങ്കുഷ് തരീകാ ഹേ നഗീന കേരള എന്നു കഴിഞ്ഞ് അഗല മിസ്ര ക്യാ ഹേ, അടുത്ത വരി ഏതാണ് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഹേ കൈ അഷ്യായ നാദിർ കാ ഖസീന കേരള. ഇതുപോലെ വളരെ മനോഹരമായി ഇവിടുത്തെ ഓരോരോ കാഴ്ചകളെയും വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം അതിൽ പറഞ്ഞതാണ്: തും കഹോ കശ്മീർ കോ ഫിർദൗസ് ബർറോ യേ ജമീൻ, മേ കഹൂ ഹേ കേരള ഫിർദൗസ് സെ ബഡ്കർ കഹീം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കശ്മീരിനെ ഫിർദൗസായി പറഞ്ഞെങ്കിൽ, സ്വർഗമായി പറഞ്ഞിരുന്നെങ്കിൽ, സർവർ പറയാണ് മേ കഹൂ ഹെ കേരള ഫിർദൗസ് സെ ബഡ്കർ കഹീം. അങ്ങനെയെങ്കിൽ ആ കശ്മീരിനേക്കാൾ എത്രയോ മനോഹരമായ, എത്രയോ നല്ല കേരളമാണ് ഈ ഭൂമിയിലെ സ്വർഗമെന്ന് അവിടെ സർവർ പറയാൻ. ഈ രീതിയിൽ വളരെ മനോഹരമായി അദ്ദേഹം കേരളത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ സമയത്തും ഒരു കേരളത്തിലെ ഉറുദു പഠിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കേരളക്ക മഷൂർ ഉറുദു ഷായർ എന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ എന്തായിരിക്കും? സർവർ എന്നാണ് ഉത്തരം. അദ്ദേഹത്തിൻ്റെ പൂരനാം സയ്യിദ് മുഹമ്മദ് സർവറാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് മലപ്പുറം ജില്ലയിലെ മുണ്ടുപറമ്പിലാണ് അദ്ദേഹം വഫാത്തായത്. സർവർ വഫാത്തായത് 1994 സെപ്റ്റംബർ 4-ാം തീയതിയാണ് അദ്ദേഹം വഫാത്തായത്. ഇപ്പോൾ നമ്മൾ 2-3 പ്രധാനപ്പെട്ട കവികളെ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതേസമയം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരുപാട് കവിതകൾ പഠിക്കുന്നുണ്ട്. ആ കവിതകളുടെ താഴെ എന്തുണ്ടാവും? അവരുടെ പേരുണ്ടാവും. ആ പേര് നോക്കിയിട്ട് അത് ഏത് കവിയാണ് എന്ന് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കണം. കാരണം കദം അപ്പിനെ ആകെ ബടാത്തെ ചലേങ്കെ ജമാനെ കെ ബിഗടി ബനാത്തെ ചലേങ്കെ യെ കിസ്കാ ഷെർ ഹെ. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. കദം അപ്പിനെ ആകെ ബടാത്തെ ചലേങ്കെ ജമാനെ കെ ബിഗടി ബനാത്തെ ചലേങ്കെ യെ കിസ്കാ ഷെർ ഹെ, യെ ജഗന്നാഥ് ആസാദ് കാ ഷെർ ഹെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 5-ാം ക്ലാസ് മുതൽ 5, 6, 7 ഈ 3 ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള കവിതകൾ ഓരോന്ന് നോക്കി ആ കവിതകൾ ആരെഴുതിയതാണ്? ഷബനം കമാലി എഴുതിയതുണ്ട് അല്ലേ? ഷബനം കമാലി എഴുതിയതുണ്ട്. മുഹമ്മദ് ഷഫീഉദ്ദീൻ നയ്യർ എഴുതിയതുണ്ട്. ജഗന്നാഥ് ആസാദ് എഴുതിയതുണ്ട്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എഴുതിയതുണ്ട്. ഇതുപോലെ ഓരോ കവിതകൾ എഴുതിയ പദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിലെ വരികൾ നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ കവിതയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ട കവികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം.
ക്ലാസ്സിൽ പരാമർശിച്ചതുപോലെ ഈ ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചില പ്രധാന ചോദ്യങ്ങൾ. 2015 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര യേ കിസ്കാ ലിഖാ ഹുവാ ഷേർ ഹെ. USS പരീക്ഷയ്ക്ക് എന്ന പോലെ തന്നെ നിരവധി തവണ അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിന് ചോദിച്ച ചോദ്യമാണിത്. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര എന്ന ഈ പദ്യം ആര് എഴുതിയതാണ്? ഓപ്ഷൻ എ മുഹമ്മദ് കലീം സിയ, ഓപ്ഷൻ ബി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ഓപ്ഷൻ സി ജഗന്നാഥ് ആസാദ്, ഓപ്ഷൻ ഡി തിലോക് ചന്ദ് മെഹ്റൂം. ശരിയായ ഉത്തരം അല്ലാമ ഇഖ്ബാൽ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2016 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, ഉർദു കെ ഏക് മഷ്ഹൂർ ഷായർ ഹെ. ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി അല്ലാമ ഇഖ്ബാൽ, ഓപ്ഷൻ ഡി ഗാന്ധിജി. ഉറുദുവിലെ പ്രശസ്തനായ കവി ആരാണ് എന്നതാണ് ചോദ്യം. ഭഗത് സിംഗ് ഉറുദുവിലെ ഏക് മുജാഹിദീനെ ആസാദിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി എന്നിവർ ഹമാരെ ഹിന്ദുസ്ഥാൻ കെ കൗമി ലീഡർ ഹെ. ദേശീയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജിയും. വോ മുജാഹിദീനെ ആസാദി ബി ഹെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയാണ്. ഇവിടെ ഉറുദു കെ ഏക് മഷൂർ ഷായർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അല്ലാമ ഇഖ്ബാൽ എന്നതാണ് ശരിയായ ഉത്തരം. 2016 USS പരീക്ഷയ്ക്ക് വന്ന പദ്യഭാഗത്ത് നിന്നുള്ള മറ്റൊരു ചോദ്യമാണിത്. ഏ ദോ ജഹാ കെ വാലി, ഏ ഗുൽഷനോ കെ മാലി, ഹർ ചീസ് സേ ഹെ സാഹിർ, हिकमत तेरी निराली. शायर इस शेर में किसके बारे में बयान करता है? ए दो जहाँ के वाली, ए गुलशनों के माली, हर चीज़ से है ज़ाहिर, हिकमत तेरी निराली എന്ന ഈ വരികളിലൂടെ ഷായർ എന്തിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്? ഓപ്ഷൻ എ ദുനിയ, ഓപ്ഷൻ ബി ഗുൽഷൻ, ഓപ്ഷൻ സി ഖുദ, ഓപ്ഷൻ ഡി മാലി. ഇവിടെ ഈ 4 വരികളിലൂടെ ഷായർ പറയുന്നത് ഖുദ, ദൈവത്തെക്കുറിച്ചാണ്. ഈ 4 വരികളിലൂടെ ഷായർ പരാമർശിക്കുന്നത്. ദുനിയ, ഗുൽഷൻ, മാലി എന്നതെല്ലാം ഈ വരികളിൽ വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം സൃഷ്ടിച്ചത്, അവയുടെ എല്ലാം പരിപാലകനായി വർത്തിക്കുന്നത് ഖുദ, ദൈവമാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെയാണ് ഈ വരികളിലൂടെ വിളിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പദ്യഭാഗത്ത് നിന്നും 2016 USS പരീക്ഷയ്ക്ക് വന്ന 3ാമത്തെ ചോദ്യം, പർബത് വോ സബ്സെ ഊഞ്ചാ ഹംസായ ആസ്മാൻ കാ, वो संतरी हमारा, वो पासबान हमारा. ये शेर किसका लिखा हुआ शेर है? तिलोक चंद महरूम, अल्लामा इकबाल, कलीम ज़िया, जगन्नाथ आज़ाद. फरबद वो सबसे ऊंचा हमसाया आसमान का, वो संतरी हमारा, वो पासबान हमारा എന്ന ഈ വരികൾ ഏത് കവി എഴുതിയ വരികളാകുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. സാരേ ജഹാ സെ അച്ഛാ എന്ന കവിതയിലെ 2 വരികളാണിവ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ് ഈ വരികളുടെ കവി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2017 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, पर्वत वो सबसे ऊंचा हमसाया आसमान का, वो संतरी हमारा, वो पासबान हमारा. इस शेर में शायर किस पर्वत के बारे में कहता है? ഈ വരികളിലൂടെ പർബത് വോ സബ്സെ ഊഞ്ച എന്ന വരികളിലൂടെ ഷായർ ഏത് പർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ വിന്ധ്യ, ഓപ്ഷൻ ബി ഹിമാലയ, ഓപ്ഷൻ സി സത്പുര, ഓപ്ഷൻ ഡി ആരവല്ലി.
ഇവിടെ പർബത് വോ സബ്സെ ഊഞ്ച എന്നതുകൊണ്ട് ഷായർ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2017 USS പരീക്ഷയ്ക്ക് പദ്യഭാഗത്ത് നിന്നും വന്ന മറ്റൊരു ചോദ്യം. കദം അപ്നെ ആകെ ബഢാത്തെ ചലേഗെ ജമാനെ കി ബിഗടി ബനാത്തെ ചലേഗെ. ये शेर किसका है? कदम अपने आगे बढ़ाते चलेगे जमाने की बिगड़ी बनाते चलेगे എന്ന ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ അല്ലാമ ഇഖ്ബാൽ, ഓപ്ഷൻ ബി ജഗന്നാഥ് ആസാദ്, ഓപ്ഷൻ സി മുഹമ്മദ് വസീർ ആലം, ഓപ്ഷൻ ഡി തിലോക് ചന്ദ് മെഹ്റോ. ഇവിടെ ഈ വരികൾ എഴുതിയിട്ടുള്ളത് ജഗന്നാഥ് ആസാദാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2018 2020 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. മസ്ഹബ് നഹി സിഖാത്ത ആപസ് മെ ബൈർ രഖ്ന, ഹിന്ദി ഹെ ഹം വതൻ ഹെ, ഹിന്ദുസ്ഥാൻ ഹമാര. യേ ഷെയർ കിസ്കാ ഹെ? 2 USS പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്ന ചോദ്യമാണിത്. മസ്ഹബ് എന്നുള്ളിടത്ത് മീമ് കഴിഞ്ഞാൽ ദാൽ സാല് ആണ്, തിരുത്തി വായിക്കണം. മസ്ഹബ് നഹി സിക്കാത്ത ആപസ് മെ ബൈർ രഖ്ന എന്ന ഈ 2 വരികൾ സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിതയുടെ സത്തയായി നമുക്ക് പരിഗണിക്കപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 വരികളാണിത്. ഈ 2 വരികൾ സാരേ ജഹാൻ സെ അച്ഛയിലെ അവസാനത്തെ 2 വരികളാണ്. ഇതെഴുതിയിട്ടുള്ളത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 2019 2020 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ, ഇസ് ഷെയർ കാ ദൂസരാ മിസ്ര കോൻസാ ഹെ? പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ എന്ന ഈ വരികളുടെ തൊട്ടടുത്ത് വരുന്ന വരി ഏതാണ് എന്നതാണ് ചോദ്യം. ऑप्शन हिंदी है हम वतन है हिंदुस्तान हमारा, गुलशन है जिनके दम से रश्के जिना हमारा, वो सुनतरी हमारा वो पासबा हमारा, हम बुलबुले है उसकी ये गुलसिता हमारा. നമ്മൾ ക്ലാസ്സിൽ ഈ വിഷയം നേരത്തെ വളരെ പ്രധാനപൂർവം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. സാരേ ജഹാൻ സെ അച്ഛ എന്ന പദ്യഭാഗത്തിലെ എല്ലാ വരികളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. പർബത് വോ സബ്സെ ഊഞ്ച എന്നതിലെ അടുത്ത വരി വരുന്നത് ഓപ്ഷൻ സി ആണ്. വോസൻ തരി ഹമാര വോ പാസ്ബാൻ ഹമാര എന്നതാണ് തൊട്ടടുത്ത മിശ്രയായി വരുന്നത്. ഒരു വരിക്ക് മിശ്ര എന്നും 2 മിശ്രകൾ കൂടിയാൽ ഷെയർ എന്നുമാണ് പറയുക. ഈ കാര്യം കൂടി ഓർക്കുക. അല്ലാമ ഇഖ്ബാൽ ടാലൻ്റ് ടെസ്റ്റിന് വന്ന ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര യേ കിസ്കി നസ്മ ഹെ? ഗാന്ധിജി, ടാഗോർ, ഇഖ്ബാൽ, സർവർ. നമ്മൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു, ഇത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ്, പദ്യമാണ് സാരേ ജഹാ സെ അച്ഛാ എന്നത്. നിരവധി തവണ സബ് ജില്ലാതല, സ്കൂൾ തല, സംസ്ഥാനതല, ജില്ലാതല ടാലൻ്റ് ടെസ്റ്റുകളിലൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യമാണ് സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഇതാരുടേതാണ്? അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തരാനെ ഹിന്ദി കിസ്കാ ഹെ എന്ന രീതിയിൽ ചോദിക്കാം. തരാനെ ഹിന്ദി എന്ന പേരും സാരേ ജഹാൻ സെ അച്ഛ എന്ന ആ പദ്യത്തിനുണ്ട്. അതുകൂടി എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കണം. മറ്റൊരു ചോദ്യം നോക്കൂ. ആലമി യൗമെ ഉറുദു കബ് മനായ ജാത്ത ഹെ? ആലമി യൗമെ ഉറുദു അതുപോലെ കൗമി യൗമെ ഉറുദു 2 തരത്തിൽ ചോദിക്കാം. ആലമി യൗമെ ഉറുദു എന്നാണെങ്കിൽ നവംബർ 9 എന്നതാണ് ശരിയായ ഉത്തരം. അതേസമയം കൗമി യൗമെ ഉറുദു ആണെങ്കിൽ ഫെബ്രുവരി 12, ഫെബ്രുവരി 15 ആണ് ശരിയായ ഉത്തരം. ആലമി യൗമെ ഉറുദു അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായാണ് ആചരിക്കുന്നത്. കൗമി യൗമെ ഉറുദു ഉറുദുവിലെ കവിയായിരുന്ന ഗാലിബിൻ്റെ
വഫാത്ത് ദിവസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കാണ് ആചരിക്കുന്നത്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. മൂന്നാമത്തെ മറ്റൊരു ചോദ്യം, കേരള കെ മഷഹൂർ ഉർദു ഷായർ കോൻ ഹെ? ഇഖ്ബാൽ, ഹാലി, സർവർ, ഗാലിബ്. ഇവയിൽ കേരളത്തിലെ പ്രശസ്തനായ ഉറുദു കവി ആര് എന്നതാണ് ചോദ്യം. കേരളം ഉറുദു ഷായർ എന്നതാണെങ്കിൽ ശരിയായ ഉത്തരം സർവർ എന്നത് തന്നെയാണ്. നമ്മൾ നേരത്തെ സർവറിനെ കുറിച്ച് പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് സർവർ എന്നതാണ് എം സർവർ എന്നതിൻ്റെ ശരിയായ പൂർണ്ണമായ രൂപം. ഉറുദുവിലെ വളരെ പ്രധാനപ്പെട്ട കവിയാണ്. അദ്ദേഹം തൃശ്ശൂരിലാണ് ജനിച്ചത്, മലപ്പുറത്താണ് വഫാത്തായത്. ഇക്കാര്യം കൂടി ഏവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. കദം അപ്നെ ആകെ ബഡാത്തെ ചലേംഗെ ഇസ് ഷേർ കാ അഗലാ മിസ്ര ക്യാ ഹെ? ഇതിൻ്റെ അടുത്ത വരി ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ജമാനെ കി ബിഗടി ബനാത്തെ ചലേംഗെ, तो मिट्टी से सोना उगाते चलेंगे, ज़मीनों पे जब हल चलाते चलेंगे, नहीं काम करने से हम तकने वाले. കദം അപ്പിനെ ആകെ ബഡാത്തെ ചലേംഗെ എന്ന് തുടങ്ങുന്ന ഒരു പദ്യം 7ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഈ പദ്യ ഭാഗത്തിലെ ഓരോ വരികളും നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമായി നമുക്ക് പദ്യഭാഗത്ത് വരുന്ന എല്ലാ പദ്യഭാഗങ്ങളും അതിലെ ഓരോ വരികളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ കദം അപ്പിനെ ആകെ ബഡാത്തെ ചലേംഗെ എന്നതിൻ്റെ തൊട്ടടുത്ത വരി ഏതാണ് എന്ന ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കദം അപ്പിനെ ആകെ ബഡാത്തെ ചലേംഗെ ജമാനെ കി ബിഗടി ബനാത്തെ ചലേംഗെ. ജഗന്നാഥ് ആസാദാണ് ഈ കവിത, ഈ പദ്യം എഴുതിയിട്ടുള്ളത് എന്നുകൂടി ഓർക്കുക. ജർബെ കലീം കിസ് ഷായർ കാ മജ്മുഅ കലാം ഹെ? ജർബെ കലീം എന്നത് ഏത് കവിയുടെ കവിതാ സമാഹാരമാണ്? ഇസ്മായിൽ മീർ ടി, ഇഖ്ബാൽ, ഹാലി, ജോഷ് മലീഹ് ആബാദി. നമുക്കറിയാം ജർബെ കലീം എന്നത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ 4 പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളിൽ ഒന്നാണ്. 4 കവിതാ സമാഹാരങ്ങൾ എന്ന് പറയുന്നത് ബാങ്കെ ദറ, ബാലെ ജിബ്രീൽ, ജർബെ കലീം, അർമാനെ ഹിജാസ്. ജർബെ കലീം എന്നത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ മജ്മുഅ കലാമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മറ്റൊരു ചോദ്യം, കേരള കി ഏക് മഷഹൂർ അദീബ ഹെ? ഇവിടെ അദീബ എന്നതാണ്. അദീബ എന്നതിൻ്റെ അർത്ഥം സാഹിത്യകാരി എന്നതാണ്. അദീബ് സാഹിത്യകാരൻ, അദീബ സാഹിത്യകാരി. കേരളത്തിലെ പ്രശസ്തയായ ഉറുദു സാഹിത്യകാരി ആര് എന്നതാണ്. എം സർവർ, പർവീൻ ഷാക്കിർ, സുലൈഖ ബാനു, സുലൈഖ ഹുസൈൻ. കേരളത്തിലെ മഷഹൂർ ഷായർ എം സർവറാണ്. കേരളത്തിലെ മഷഹൂർ അദീബ സുലൈഖ ഹുസൈൻ എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. സുലൈഖ ഹുസൈനാണ് കേരളത്തിലെ പ്രശസ്തയായ സാഹിത്യകാരി. ഭാരത് കി ഹെ ജാൻ കിരാല ഇസ് ഷേർ കാ അഗലാ മിസ്ര ക്യാ ഹെ? ഓപ്ഷൻസ് ഉജലി സത്തരി നഹരെ ആക്കി, चांदी जैसा उनका पानी, सबसे प्यारा सबसे निराला, सबसे अच्छा सबसे प्यारा. ഇത് 7ാം ക്ലാസ്സിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ചെറിയ പദ്യശകലം ഒരു പാഠത്തിനിടയിൽ നൽകിയിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള വരികളാണ്. ഭാരത് കി ഹെ ജാൻ കിരാല എന്നതിൻ്റെ തൊട്ടടുത്ത വരി ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി സബ്സെ പ്യാര സബ്സെ നിരാല എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി സബ്സെ പ്യാര സബ്സെ നിരാല എന്നതാണ് ശരിയായ ഉത്തരം.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, USSൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. കൂടുതൽ ചോദ്യങ്ങളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ.